ഞാനൊരു ഔഷധ സസ്യത്തെ പറ്റി പറയുന്നത് നമ്മുടെ പറമ്പുകളിലും കാട്ടുപറമ്പിലും കാണുന്ന ഒരു ചെടിയെ പറ്റിയാണ്. ഇതിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയും. അപ്പോൾ ഉമ്മത്തിൻകായ എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ തണ്ടും ഇലയും പൂവും ഉണക്കിപ്പൊടിച്ച് ചുരുട്ടി വലിക്കുമെന്ന് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഔഷധ ഗുണമുള്ളതാണ്. പക്ഷേ ഡോക്ടറുടെ ഉപദേശമില്ലാതെയോ വൈദ്യന്മാരുടെ നിർദ്ദേശമില്ലാതെയോ അളവിൽ കൂടുതൽ ഉപയോഗിച്ച് വന്നാൽ ജീവൻ വരെ അപകടത്തിലാവുന്ന ഒരു ചെടിയാണിത്. അപ്പം ഈ ചെടിയിൽ കായൽ വിഷം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉമ്മത്തിൻ ചെടി സംസ്കൃതത്തിൽ ദത്തൂര, തമിഴിൽ ഉമ്മത്തൈ, ഇംഗ്ലീഷിൽ ഡെവിൻ ആപ്പിൾ എന്നൊക്കെ വിളിപ്പേരുണ്ട്. ഈ ചെടിയിൽ എല്ലാ ഭാഗത്തും മയക്കം എന്ന് വെച്ചാൽ ഉന്മാദം എന്നൊരു സ്വഭാവം ഈ ചെടിയിൽ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ രണ്ടിനം ഉമ്മ ഉണ്ട്. ഒരിനം നീല പൂവുള്ളതും നീല തണ്ടുള്ള ഒരിനം, പിന്നെ വെള്ളപ്പൂ ഉള്ള ഒരിനം. അപ്പം നമ്മുടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൂവാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വെള്ളപ്പൂവിനതിന് പുറത്തൊരു മുള്ള് കാണാം. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം മൊത്തത്തിൽ പറയുന്നത് ഡെറ്റൂറിയ മെറ്റൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീഡിയോയിൽ ഫോട്ടോയിൽ കാണിച്ചിരുന്നതാണ് നീല പൂവും നീല തണ്ടുള്ള ഒരു ഇനം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന വളരുന്ന ഇനമാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ ഒരു ഉയരത്തിൽ വളരുന്ന ഒരു ഇനമുണ്ട്, ഡെറ്റൂരിയ സ്ട്രിമോണിയ എന്നൊരു ഇനവും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല വലുതാൻ പൂക്കൾ താഴോട്ടൊക്കെ തങ്ങി നിൽക്കും. പിന്നെ ഡെറ്റൂറിയ ഇനോക്സിയോ എന്ന് പറയുന്ന വേറൊരു ഇനം. അങ്ങനെ മൊത്തം 3 ഇനമുണ്ട്. അപ്പോൾ ഇത് കായയുടെ ഉപരിതലത്തിൽ നിന്ന് നേരിയ ഒരു മുള്ളൊക്കെ ഉള്ള ഒരു ഇനമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം 1.5 മീറ്റർ ഉയരത്തിലാണ് ഉമ്മം ചെടി വളരുന്നത്. അപ്പം ഇലയിൽ ഹയോസയാമൈൻ എന്ന ആൽക്കലൈഡും വിത്തിൽ ഡെറ്റൂറിൻ എന്ന ആൽക്കലൈഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെടി കുടലിലുള്ളതും ശ്വാസകോശത്തിലുള്ള കോച്ച് വലിവ് ഇല്ലാതാക്കി വേദന കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന മരുന്നുകളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇത് പേപ്പട്ടി വിഷത്തിന് മികച്ച ഔഷധമാണ് ആയുർവേദത്തിൽ. അപ്പോൾ ഉണങ്ങിയ കായും തഴുതാമയുടെ ഇലയും അതും കൂടി തുല്യ അളവിൽ കഷായം വെച്ചും അത് തന്നെ ഉണക്കിപ്പൊടിച്ചൊക്കെ ഉപയോഗിക്കാൻ പേപ്പട്ടി വിഷത്തിന് മികച്ചതാണ്. പിന്നെ ആയുർവേദത്തിൽ നമ്മുടെ രോഗങ്ങൾ മാറ്റാനായിട്ട് ഈ ഉമ്മൻ ചെടി സഹായിക്കുന്നുണ്ട്. ഉമ്മൻ കുരു പുകച്ചത് ശ്വസിച്ചാൽ ആസ്മ രോഗിയുടെ കഫം ഇളകിപ്പോവാൻ കഴിയും. എന്നാൽ ഇല കത്തിച്ച് പുക ശ്വസിച്ചാൽ വലിവ് ശമിക്കും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് പല്ലുവേദനയ്ക്ക് ഉമ്മത്തിൻകായ് പൊടിച്ച് പഞ്ഞിയിൽ പുരട്ടി വേദനയുള്ള ഭാഗത്ത് വെച്ചാൽ കുറയുമെന്ന് പറയുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഉമ്മത്തിൻകായ് ഇടിച്ചു പിഴിഞ്ഞ നീര് തലയിൽ തേച്ചാൽ താരൻ മുടി കൊഴിച്ചിലും ശമനം കിട്ടും. പിന്നെ ഉമ്മത്തിൻ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഉമ്മത്തിൻ കുരു തന്നെ അരച്ച് കലക്കി എണ്ണയായി കാച്ചി തേച്ചാൽ താരനും ചൊറിച്ചിലും തലമുടി പോകുന്നത് തടയുകയും ചെയ്യും. അങ്ങനെ ഒരു കഴിവും കൂടി ഈ ഉമ്മത്തിൻ ചെടിക്കുണ്ട്. പിന്നെ മുട്ടുവേദനയ്ക്ക് കായ് തിരന്ന് ഉപ്പ് നിറച്ച് വേവിച്ച ശേഷം അരച്ച് പുരട്ടുക. കൂടാതെ അസ്ഥിസന്ധികളിലുണ്ടാകുന്ന നീരിന് ഉമ്മത്തിനില അരച്ച് ലേപനം ചെയ്താൽ മാറാവുന്നതാണ് കരിനെച്ചി. പിന്നെ ചതവും മുറിവ് കൊണ്ടുള്ള വീക്കത്തിന് ഉമ്മത്തിൻ്റെ നീരും കരിനെച്ചിയുടെ നീരും ഉപ്പുവെള്ളത്തിൻ്റെ തെളി വെള്ളം എടുത്തിട്ട് കുറച്ച് ഭസ്മം കുഴച്ച് പുറമേ തേച്ച് കഴിഞ്ഞാൽ ഈ ചതവ് മുറിവിനൊക്കെ പരിഹാരമാകും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡോക്ടർ നിർദ്ദേശപ്രകാരമേ അറിഞ്ഞ് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കാണാൻ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.